ക്രാഫ്റ്റ് ടേബിളിന്റെ അടുത്ത് ഒരു പുതിയ ആളും കൂടി വന്നിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഇതാ ഈ അവസ്ഥ കണ്ടുകൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയത്. തോന്നിയ അടുത്താണ് ഞാൻ എന്റെ ബുഷും ക്ലിപ്പൊക്കെ വെച്ചേക്കണത്. ഞാൻ മാത്രമല്ല എന്റെ അമ്മയും. പല പല വഴികളുണ്ട് ബുഷും ക്ലിപ്പൊക്കെ വെക്കാം, പക്ഷെ ഞാൻ ഇതാണ് ചൂസ് ചെയ്തത്. ബിക്കോസ് കുറച്ച് ക്രിയേറ്റീവ് ആവാലോ. അപ്പൊ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്ത് തന്നെ ചെയ്യാം. എന്റെ കാർഡ്ബോർഡിന് വലിയ തിക്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് രണ്ടെണ്ണം ഒട്ടിച്ചൊക്കെ ചെയ്തത്. കാരണം അതാണ് നമ്മുടെ പിന്നെ എന്റെ ടേബിൾ ഒട്ടിച്ചേക്കണ ഈ വൈറ്റ് കളർ പേപ്പറില്ലേ, അത് ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിലും കയറ്റി ഒട്ടിച്ചു. അപ്പൊ പിന്നെ പെയിന്റ് അടിക്കണ്ടല്ലോ. ഇങ്ങനത്തെ ഒട്ടിക്കണ സാധനം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു A4 ഷീറ്റ് എടുക്കുക, അതിങ്ങനെ സർക്കിൾ പോലെ വെട്ടുക, എന്നിട്ട് ഒട്ടിച്ചു വെക്കുക. ഇതാണ് നമ്മുടെ കുട്ടിയുടെ ഫേസ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വൂൾ ത്രെഡ് അല്ലെങ്കിൽ യാൺ. അപ്പൊ നമുക്ക് സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു. പക്ഷെ നിങ്ങൾക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാതെ നിൽക്കും, കുറച്ച് സമയം എടുക്കുന്നു. എന്നിട്ട് വേറൊരു പേപ്പറിൽ ഇതിന് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കുക. അത് വെട്ടിയെടുത്ത് ഇതിലൊട്ടിക്കുക. പിന്നെ എനിക്ക് ഇവിടെ ഒരു കുന്നുപോലെ ബുഷ് ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ഒരു ക്രൗണും കൂടി വെച്ചെടുത്തു. അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് ഇടാൻ ബുഷ് എന്ന് ഉദ്ദേശിച്ച ഞാൻ സ്ക്രഞ്ചീസ് ആണ്. പിന്നെ ഇതിന്റെ മേലെ ഞാൻ സ്കെച്ച് വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടൊന്നും നിൽക്കണില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് പേപ്പറിൽ വരച്ചു കൊടുത്തിട്ട് ഒട്ടിച്ചു. പിന്നെ ഇത് എവിടെയെങ്കിലും ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കുറച്ചുകൂടെ ത്രെഡ് എടുത്ത് കൊടുത്തിട്ട് അത് ബാക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ സാധനം റെഡിയായി. എനിക്ക് ഉണ്ടാക്കി വന്നപ്പോ എന്റെ സാധനം വല്ല ആനബെല്ലിനെ പോലെ ഉണ്ട്. ബട്ട് ഐഡിയ വെർത്തായതുകൊണ്ട് ഞാനത് വെച്ചു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.